Hello my dear friends, welcome to my channel Nest by Roots. അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു ഞണ്ട് വറുത്തരച്ച ഒരു ഞണ്ട് കറി വെച്ചാലോ. നല്ല നാടൻ സ്റ്റൈലിൽ വറുത്തരച്ച ഞണ്ട് കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യം തേങ്ങ വറുക്കാം. ഞാൻ പറഞ്ഞല്ലോ വറുത്തരച്ച കറിയാണെന്ന്. അതിന് ഞാൻ തേങ്ങയും കുറച്ച് കുരുമുളകും ചേർത്താണ് അത് വറുക്കാൻ പോകുന്നത്. നല്ലതുപോലെ വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ അതിൽ കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റി അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി നമുക്കിത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കണ്ടോ, നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം. അല്ലാതെ പക്ഷം ഈ പാനിൻ്റെ ചൂടിൽ നിന്ന് ഒന്നുകൂടി അതൊന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമുക്ക് ചട്ടിയിലാണ് ഞാനിന്ന് ഞണ്ട് കറി വെക്കാൻ പോകുന്നത്. ഇതൊരു 500 ഗ്രാം ഞണ്ടുണ്ട്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് രണ്ടായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് സവാള, 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 പച്ചമുളക് നടുകെ കീറിയിട്ടത്, 2 തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇതൊക്കെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ. എല്ലാ പൊടികളും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ മൂടി എടുക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ഞണ്ട് കുക്കാവുമ്പോൾ ഒരു മണം, പ്രത്യേക ഒരു മണം ഉണ്ടാവും. ആ മണം നല്ലതുപോലെ കിട്ടുന്നുണ്ട്. ഏകദേശം ഞണ്ടൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരവ് ചേർക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ കൂടെ വെള്ളവും ചേർക്കാവുന്നതാണ്. ഞാൻ ഒരുപാട് കറി പോലെ ആക്കി വെക്കുന്നില്ല. ഈ സമയം തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഒരല്പം കുറവായിരുന്നു. നല്ലതുപോലെ അത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഞണ്ട് കറി വെക്കുക. വളരെ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ ഏറെക്കുറെ ഞണ്ട് കുക്കായി കഴിഞ്ഞു. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവർ കൂടെ നമുക്ക് കറിയിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം 1 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മാത്രം മതി. ഈ ചട്ടിയിൽ കിടന്ന് തന്നെ ഇതൊന്ന് കുറുകി വരും ആ ചൂടിൽ തന്നെ. അപ്പോൾ നമുക്ക് പാകമായ അളവിൽ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല. ഈ ഒരു പാകത്തിനാണ് ഞാനിപ്പോൾ എടുത്തു വെക്കുന്നത്. അപ്പോൾ വായിൽ കൊതിയൂറുന്ന തരത്തിലുള്ള നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഞണ്ട് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം.